കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് വൈസ് ചാൻസലർ എൻ്റെ കഴുത്തേലോട്ടിട്ടത് കുഞ്ഞു പിള്ളേ എഴുതിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി സർവീസ് 30ഓളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ കൈകൊണ്ട് എഴുതി അതിൻ്റെ കോപ്പി. ഇത് ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഈ പ്രൊപ്പഗണ്ടയുടെയും ഒന്നും പുറകെ പോയതല്ല. ഇതിനെല്ലാം നിമിത്തങ്ങളാണ്. സാനി എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിറ്റി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ഇതുവഴി പോയി. അപ്പം ഞാൻ 35 വർഷം മുൻപ് ഇവിടെ വരുമ്പോൾ ഈ വീട് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ലേക്ക് വിൻസ് ഡ്രൈവ് മുഴുവൻ കാടായിരുന്നു. അവിടെ ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം, അതിനു മുൻപ് ഞാൻ താമസിച്ചിരുന്നത് ഹൂസ്റ്റണിലാണ് ആയിരുന്നു. ചിലപ്പോൾ ഇച്ചിരി ഓർമ്മകളുണ്ട് അവിടെ ആയിരുന്നു. അന്നേരത്തെ എൻ്റെ രണ്ടാമത്തെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും ബസ്സിന് വിട്ടിട്ടില്ല. ഞാൻ അവരെ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ഇവിടെ ഡ്രൈവിങ് പഠിക്കാൻ വന്നപ്പം ഈ ബ്രൈറ്റ് വാട്ടറിന് കണ്ടു. അന്നേരം ആ ലേക്കിൻ്റെ അതിലൂടെ ഇങ്ങോട്ട് കയറി ഇതിലൂടെ വന്നപ്പോൾ ഒരു വീട് ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്നേരം ആ ഏജന്റ് ഇത് 1919 ബിൽറ്റാണ്. അതെ. അന്നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ഏജന്റിനോട് പറഞ്ഞു ഒന്ന് തുറന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ക്ലോസറ്റ് രണ്ടുമാണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് കൃഷ്ണനെ അന്ന് മനസ്സിൽ തോന്നിയതാ. അങ്ങനെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങും ലൈറ്റൊന്നുമില്ല, മുഴുവൻ കാടാണല്ലോ. അങ്ങനെ ഇവിടെ വരുന്നത്. അപ്പം തുളസി, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്ന് അല്പം ഗാർഡൻ ഉണ്ട് ബാക്കിൽ. ഇങ്ങനെ നടക്കുമ്പം ഒരു ദിവസം ഒരു കൊച്ചു ചെടി അവിടെ നിൽക്കും. ഞാൻ ഓർത്ത് ഞാൻ ചീര നട്ടില്ലല്ലോ, ഇത് പിന്നെ ഇവിടുന്ന് വന്നു. അന്നൊന്നും ആരുമില്ലല്ലോ, പൂവുമില്ല, ഒന്നുമില്ല. ഞാനത് 2 ദിവസം വെള്ളം തളിച്ചു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ യു ഡോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ കൃഷ്ണ തുളസി. ഈ കാട്ടിൽ 35 വർഷം മുമ്പ് എവിടുന്ന് കൃഷ്ണ തുളസി വന്നു? അതെ. അങ്ങനെ പിന്നെ അതിനെ ഞാൻ വളർത്തി. എല്ലാ വർഷവും വെള്ളം തളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടി ഒരു സ്ത്രീ പോയി. അന്ന് ഹിന്ദുവാ. അന്നേരം കഥകിന് വന്ന് കൊട്ടി. ആർ യു ഇന്ത്യൻ? ഐ സെഡ് യെസ്. യു ഹിന്ദു? ഐ സെഡ് യെസ്. ക്യാൻ ഐ ഹാവ് എ തുളസി പ്ലാന്റ്? ഐ ആം ഓൾസോ ഹിന്ദു. സാനി എന്തുവായിരുന്നു ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ആ ട്രസ്റ്റി പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അവളായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു കമ്മിൻ. അന്നേരം കയറി വന്നു. അപ്പോൾ കുറേ ഫോട്ടോ ഇവിടെ ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് അവൾ കമ്മ്യൂണിറ്റി കോളേജ് ട്രസ്റ്റി ആയിരുന്നു. അത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. അപ്പോൾ അവരെന്നെ വിളിച്ചു. വി കെയിം ടു നോ അബൌട്ട് യു 2016. ആൻഡ് ഹൂ ആർ യു? വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യു. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ ചെയ്ത ഫോട്ടോ ഒക്കെ പിന്നെ എടുത്തു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു 30 കാര്യങ്ങൾ ഞാൻ എഴുതി, കൈകൊണ്ട് എഴുതി. എനിക്ക് പ്രിൻറ്റിങ് ഒന്നും അറിയത്തില്ല. അയച്ചു കൊടുത്തു. അങ്ങനെയാണ് 2016 മെയ് 14 NRG സ്റ്റേഡിയത്തിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റ് മോദിജി വന്ന അവിടെ വെച്ചാണ് എനിക്ക് ഇതെൻ്റെ അവാർഡ് പ്രൈസ് ഓണററി ഡിഗ്രി കിട്ടുന്നത്. പക്ഷെ എന്നെ പ്രൊമോട്ട് ചെയ്യാനും എനിക്ക് ഭർത്താവ് കൂടില്ല. കമ്മ്യൂണിറ്റിക്കല്ല, മനുഷ്യർക്കൊക്കെ ഒരു പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന. അതെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതാണ് ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയും, ഇത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല. നമുക്ക് ജീവിക്കാൻ പണം വേണം, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സിൻസിയർ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 38 വർഷം ഞാൻ 11 PM to 7 AM ജോലി ചെയ്തു. ഐ വാസ് നെവർ ലേറ്റ് ഈവൻ 1 day ഇൻ മൈ ലൈഫ്. അതെ. 10:45 പഞ്ച് ചെയ്യണമെന്നാണ്. ബെൻഡാബിലെ സിറ്റി ഹോസ്പിറ്റലിലെ ലോക്കൽ എംപ്ലോയീസാണ്. എൻ്റെ കൂടെ 15 ആൾക്കാരുണ്ട്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു കൺട്രോൾ ദം. അവർ പഞ്ച് ചെയ്തിട്ട് അവർ മറ്റു സ്ഥലങ്ങളിൽ ബാത്റൂമിലും ഒക്കെ പോയിരുന്ന് ഉറങ്ങും. ഫ്ലോറിൽ വരുമ്പോൾ 11:15, 11:30. വേർ യു ഡിഡ്ന്റ് സീ ഐ പഞ്ച് ഇൻ 10:45. സോ വാട്ട് ഐ ഡിഡ്, ഞാൻ 5 മിനിറ്റ് അവർക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കും, എലിവേറ്ററും ഒക്കെ എടുത്ത് വരാൻ. 10:50 ആകുമ്പോൾ ഞാൻ ആ കൗണ്ടറിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ അണ്ടർലൈൻ റെഡ് ലൈനിൽ 10:50 PM പൊന്നുപിള്ളை. 3 പ്രാവശ്യം ലേറ്റ് ആണെങ്കിൽ വെർബൽ കൗൺസിലിംഗ്, റിട്ടേൺ കൗൺസിലിംഗ്. എൻ്റെ 1980 February 4 എൻ്റെ ഒരു അന്ന് എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മകൻ്റെ ബർത്ത്ഡേയാണ്. ഞാൻ വീട്ടിൽ കുറച്ച് പേരെ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്.
എൻ്റെ ഹസ്ബൻഡിന് ഒരു കാഡിലാക്ക് കാറായിരുന്നു. അന്ന് എല്ലാവരും അറിയപ്പെടുന്നത് കാഡിലാക്ക് ഉണ്ണിത്താനെന്നായിരുന്നു. അപ്പം ഈ ലോക്കൽ ആൾക്കാർക്ക് അതൊരു ജലസാണ്. ഞാൻ പാർക്കിങ്ങിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ കാറിൻ്റെ 4 ടയറും സ്ലാഷ് ചെയ്ത് പീസസ് ആയിട്ട് കാർ താഴെ ഇരിക്കുന്നു. ബെൻഡാവിലെ സ്റ്റാഫുകൾ. ഞാൻ തളർന്നില്ല. അന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. അദ്ദേഹം കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് വന്നു. അന്നൊന്നും ഇതുപോലൊക്കെ AAA ഒന്നുമില്ല. എന്തൊക്കെയോ ചെയ്തു. എനിക്ക് വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കണം. എന്നിട്ടും പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെന്നു. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കാറും കൊണ്ട് ടയറിട്ട് വീട്ടിലൊക്കെ വന്നു. അന്നേരം അവരെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ എന്നോട്, യു ഓൾ ക്യാൻ ഡു ഓൺലി ദിസ് മച്ച്, ബട്ട് ഐ ചലഞ്ച് യു ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. If as long as I am alive, I'll be right on this chair. If you cannot accommodate with me, Betav is a big place. You can find another floor. Why I was so strong and proud of my job, the higher authorities were so supportive to me. They say, Miss Pillai, my door is open 24/7. You don't need an appointment. പിന്നെ ഒരിക്കൽ ഞാൻ അവിടുത്തെ ഡയറക്ടർ റോബി ഫ്രേസറിനോട് പറഞ്ഞു, മിസ് ഫ്രേസർ, യു ക്യാൻ അറേഞ്ച് ഫോർ എ കോണ്ടസ്റ്റ് ഫോർ ഫാസ്റ്റ് വർക്ക് all over the world with the fast working nurses. I can bet I'll win. One of the better. I'll win. That much I was confident about my. ഇതൊന്നും ഞാനല്ല ദൈവം ചെയ്യുന്നത്. അത് അമ്മമ്മ അമേരിക്ക വരുന്നതിന് മുമ്പ് തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസുകാർ അമ്മമ്മയ്ക്ക് തന്നിരുന്നു സർട്ടിഫിക്കറ്റ്. അതെ അതെ. അന്ന് എൻ്റെ ഡോക്ടേഴ്സ് പറയുമായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച്, സിസ്റ്റർ പൊന്നമ്മ, ഇറ്റ് ഈസ് നോട്ട് നൈസ് ടു ബി ടു നൈസ്. ഇറ്റ് ഈസ് നൈസ് ടു ബി നൈസ്, but it is not nice to be too nice. So you should know how to live in this. This is what almost ഇതാണ്. പിന്നെ ഇതെൻ്റെ മകൻ ഡാൻസ് പ്ലേറ്റിൽ. എൻ്റെ ഇളയ മകൻ, എനിക്ക് പെൺകുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. ഇല്ല, അവനെ ഡാൻസ് പഠിപ്പിച്ചത്. നൗ ഹീസ് ഇൻ വെൽ പൊസിഷൻ. ബ്രിട്ടീഷ് പെട്രോളിയത്തിൽ ഒരു നല്ല ഓഫീസറാണ്. മൂന്ന് മക്കൾ. ഇതും കൂടെ പറയാനുണ്ട്. ആ ആനയുടെ തല കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ മോളിയുടെ ഹസ്ബൻഡ് അയോവ കുഞ്ഞുമോൻ എനിക്ക് കൊണ്ടുത്തന്നതാണ് ഒരിക്കൽ, കേട്ടോ. അത് ഇവിടെ നിന്ന് അയോവ കുഞ്ഞുമോൻ എനിക്ക് ഇവിടെ കൊണ്ടുത്തന്നത്. ഇതും കൂടെ ഈ പൊന്നപ്പിള്ള ഇതെൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ വെച്ചോളൂ. ഇന്നും ഞാനത് ഓർക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെയാണ് എല്ലാം എൻ്റെ സഹോദരങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ജീവിതത്തിൽ. It is needed to be recorded. Thank you. ഇത് അതൊക്കെയാണ് എൻ്റെ ജീവിതം. ഇത് ആ അത്തപ്പൂ ഇടുന്ന മലയാളി അസോസിയേഷനിൽ ഇനിയുണ്ട് ഒത്തിരി.